إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്നേഹാദരണീയരായ ഖുർആൻ പഠിതാക്കളെ, ഖുർആനിലെ തജ്വീദ് മഖ്റജുകളാണ് നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് 1-2 ക്ലാസ്സോട് കൂടി നമ്മുടെ മഖ്റജ് അതിൻ്റെ ഒരു ഏകദേശം അക്ഷരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഈ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്, അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇനി ഓരോ ഭാഗവും പ്രാക്ടീസ് ചെയ്യാനുള്ളതും ഖിറാഅത്ത് ഓതി പരിശീലിക്കാനുള്ളതും. അതുകൊണ്ട് അതിന്റെ മഖ്റജുകൾ ശരിക്കും വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതിന്റെ നല്ലൊരു പരിശീലനം കൂടെ നമ്മൾ ഇതിൽ കൂടെ നേടിയെടുക്കണം. അതുകൊണ്ടാണ് മഖ്റജുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഇന്നലെ പറഞ്ഞ അക്ഷരങ്ങളെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് ലെറ്റേഴ്സും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് പരിശീലിക്കാം. അതായത് ഇപ്പോ തൊണ്ടയുടെ അക്ഷരങ്ങളാണ് ആദ്യം പറഞ്ഞിരുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങള് തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങള് ഹറൂഫുൽ ഹൽഖ്, തൊണ്ടയുടെ തൊണ്ടക്കുഴി ഏറ്റവും ആദ്യ ഭാഗത്ത് നിന്ന് അ, ഹ, അ, ഹ, അതുപോലെ അവ, ഹ. ഹറൂഫുൽ ഹൽഖ് എന്നാണ് ഈ അക്ഷരങ്ങൾക്ക് പറയുക. പിന്നെ തൊണ്ടഭാഗം കഴിഞ്ഞിട്ട് നമ്മുടെ വായയുടെ അങ്ങേയറ്റം ഇങ്ങേയറ്റം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ക. അതുപോലെ അതിന് തൊട്ട് മുമ്പാണ് ക, ക, ക ഈ അക്ഷരങ്ങൾ വരുന്നത്. മറ്റൊന്ന് 3 അക്ഷരങ്ങൾ ഒരേ സ്ഥാനത്ത് നിന്ന് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗവും നാവിന്റെ മധ്യവും അതിന്റെ മേലെണ്ണാക്കും ചേർന്നിട്ട് ജ, ജ, ഷ, യ, ജ, ഷ, യ ഈ അക്ഷരങ്ങൾ വരുന്നത്. പിന്നെ ളാദിന്റെ അക്ഷരം, ളാദിന്റെ മഖ്റജ് സ്വാദിന് പുള്ളിയിട്ട ള, ള. അത് ഇന്നലെ നമ്മൾ കുറച്ച് സമയം അതൊന്ന് പ്രാക്ടീസ് ചെയ്തു. അള്ളാ എന്ന് പറയുമ്പോൾ വരുന്ന അതുപോലെ നമ്മൾ സ്വാദിന് പുള്ളിയിട്ട ള പറയരുത്. നാവിന്റെ മുൻഭാഗവും അതിന്റെ മോണയും ചേർത്തുകൊണ്ട് സ്വാദിന് പുള്ളിയിട്ട ളാദ് പറയരുത്. ഓ, ഓ, ഓ. വർഷം നമ്മുടെ മുകളിലുള്ള അണപ്പല്ലിൽ ടച്ച് ചെയ്തുകൊണ്ട് പറയാം. ഉള്ള, ഉള്ള, ഉള്ള. അർള, അർള. അലം നജ്അലിൽ അർള, അർള. ആ രീതിയിലാണ് പറയേണ്ടത്. പിന്നെ ലാമിന്റെ മഖ്റജ് പറഞ്ഞു. നാവിന്റെ പാർശ്വവും അതിനോടടുത്ത മേലെ അണപ്പല്ലുകൾ ചേർന്നിട്ടാണ് എന്ന അക്ഷരം വാദിന്റെ സ്ഥാനം കഴിഞ്ഞ് നാവിന്റെ ഇരു പാർശ്വങ്ങളും മേലെ മുൻപല്ലുകളുടെ മോണയും ല, അതിനെ ഫഹമാക്കി പറയുമ്പോഴാണ് ഓ, ഓ, ഉള്ള, ഉള്ള, അള്ള എന്ന് പറയുന്നത്. അപ്പൊ അള്ള എന്ന് പറയുന്നതും അള്ള എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ജസ്റ്റ് അത് ശ്രദ്ധിക്കുക. നമ്മള് അർള സ്വാദിന് പുള്ളിയിട്ട ളാദ് പറയുമ്പോൾ നമ്മുടെ നാവിന്റെ പാർശ്വഭാഗം തന്നെയാണ് മുകളിലെ അണപ്പല്ലിൽ ടച്ച് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തിയാല് നമുക്ക് പറയുന്നത് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ സ്ഥാനങ്ങൾ അങ്ങനെ തന്നെ അത് പറയാൻ ശ്രമിക്കണം. അള്ളാ എന്ന് പറയുന്നത് പോലെ ഒരിക്കലും പറയരുത്. ഓക്കെ. പിന്നെ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ മോണയും ചേർന്നിട്ട്
പറഞ്ഞതാണ്. റ നാവിന്റെ തലപ്പ്, അതിന്റെ തലയുടെ പുറം ഭാഗം, അത് മേലെ മുൻപല്ലിന്റെ മോണയിലും ചേർന്നിട്ടാണ് റ റ റ, നാവിന്റെ അറ്റത്തിന്റെ പുറം ഭാഗം. ഓക്കെ. പിന്നെ മൂന്നക്ഷരങ്ങൾ ത ദ ത. മൂന്നക്ഷരങ്ങളും വരുന്നത് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ മുരടും. ദ ദ ദ ദ. മേലെ മുൻപല്ലിന്റെ മുരടില് നാവിന്റെ തലഭാഗം ടച്ച് ചെയ്യാം. ദ ദ ദ ത ത ദ ത ത. ത്വ ത്വ എന്നാവരുത്. ദ ത ത. മൂന്നാമത്തെ അക്ഷരം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് മേലെണ്ണാക്കിലേക്ക് ഉയരുന്നതിനാല് നമുക്ക് നാവിനെ ഒരു കനമുള്ളതായിട്ട് അനുഭവപ്പെടും. അതാണ് ദ ത ത ദ ത ത ത. ഷൈത്താനി ഷൈത്താനി ഇന്നലെ പറഞ്ഞതാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഒന്ന് അടുത്ത മൂന്നക്ഷരം സ സ സ സ സ സ സ സ സ. നാവിന്റെ അറ്റവും താഴെയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇടയും. അതുപോലെ സ സ. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് സ സ സ സ സ സ സ സ സ സ. സ്വ സ്വ എന്ന് പറയരുത്, ചുണ്ട് ചലിപ്പിച്ചുകൊണ്ട് പറയരുത്. അങ്ങനെയാണ് ഫ അതുപോലെ സ എന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ചുണ്ടിനെ അതിലേക്ക് ഉൾപ്പെടുത്താതെ, ചുണ്ടിന് ചലനം വരാതെ മാക്സിമം അങ്ങനെ പറയാൻ ശ്രമിക്കുക. അപ്പൊ അക്ഷരങ്ങളുടെ സിഫത്ത് ഒന്നുകൂടെ നമുക്ക് ബോധ്യപ്പെടും. ഓക്കെ. പിന്നെ അതിന്റെ പ്രാക്ടീസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെ സമദ്, അള്ളാഹു, ഖുൽ ഹു അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു സമദ്. അതുപോലെ ന്റെ ആണെങ്കിൽ വസ്സമാഇ വത്താരിഖ്, വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ്. അത് ത്വ എന്ന് പറയരുത്. സ സ സ. അതുപോലെ ദ ത ത സ സ സ ദ ത ത. ഈ രീതിയിലാണ് അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് വരുന്നത് മൂന്നക്ഷരം ഒരേ മഖ്റജിൽ നിന്ന് വരുന്നത് സ സ സ ള സ സ സ ള സ സ ള. നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും, നാവിന്റെ തലഭാഗം മേലെ മുൻപല്ലിന്റെ തലയിൽ ടച്ച് ചെയ്യുമ്പോൾ അതുപോലെ സ സ ള ള. ത്വഇന് പുള്ളിട്ട് ള. അപ്പൊ ത്വഇന് പുള്ളിട്ട് ള പറയുന്നതും സ്വാദിനെ പുള്ളിട്ട് ള എന്ന് പറയുന്നതും ചെറിയതല്ല, നല്ല വ്യത്യാസമായിട്ട് തോന്നണം. ത അത് മറ്റേ ലാദ് ലാദ് ലാദ്. ഓക്കെ. നമ്മൾ പറയുമ്പോഴാണ് നമ്മളാണ് അതിന്റെ നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നത്. മനസ്സിലായോ? അത് നാവിന്റെ മുൻഭാഗത്ത് നിന്നാണ് വരേണ്ടത്. ഇങ്ങനെ സൈഡിക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ സ്വാദിന്റെ പുള്ളിയിട്ട ലാദാവും. ഈ സ്വാദിനെ പുള്ളിയിട്ട ലാദ് പറയുമ്പോ എന്ന് വായ നിറച്ച് രണ്ട് സൈഡും തട്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം. നാവിന്റെ രണ്ട് സൈഡും മുകളിലത്തെ അണപ്പല്ലിലേക്ക് ടച്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭാഗം ടച്ച് ചെയ്തിട്ട് കൊണ്ട് പറയാം. സ്വാദിനെ പുള്ളിയിട്ട ലാദ് എന്നെ പുള്ളിയിട്ട ലാ ഉച്ചരിക്കുമ്പോ ള. ഓക്കെ. നാവിന്റെ തലപ്പ് മേലെ മുൻപല്ലിന്റെ തലപ്പ് ള. അതിനെ ഒന്ന് ഫഹമാക്കി പറയാം. ള. ഓക്കെ. സ ദ ള സ ദ ള സ ദ ള ത ദ ത സ സ സ. ഈ മൂന്നക്ഷരം ഞാൻ ഇങ്ങനെ ഉച്ചരിക്കുമ്പോ വരുന്ന മൂന്നാമത്തെ അക്ഷരങ്ങളാണ്. അത് ഇസ്തിഅലാന്റെ അക്ഷരം കൂടിയാണ്.
നമുക്കത് ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് നാവിന് ഖനമുള്ളതായിട്ട് അനുഭവപ്പെടും. നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അതിന്റെ 3 അക്ഷരങ്ങൾക്കും എക്സാമ്പിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതൊന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ എന്ന അക്ഷരം കൗസർ ഇന്നലെ പറഞ്ഞതാണ്. അതുപോലെ അതുപോലെ ന് പുള്ളിട്ടല്ല. ഹാഫിൽ, യൻളുറൂൻ, ളിലാൽ, അങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് അവിടെയാണ് നമ്മൾ ഇന്നലെ നിർത്തി വെച്ചത്. ഇനി വേറെ 2-3 അക്ഷരങ്ങൾ പറയാണ്. ഒന്ന് ഫ എന്ന അക്ഷരം. ഫ താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. താഴെ ചുണ്ട്, മേലെ മുൻപല്ലിന്റെ തലയും. മേലെ മുൻപല്ലിന്റെ തല താഴെ ചുണ്ടിൽ ചെയ്യാം. അങ്ങനെയാണ് കാറ്റ് വരിക. ഫലക്, ഫലഖ്, സാഫിലീൻ, അഫ്ഇദ, പറഞ്ഞു നോക്കിയാൽ മതി. നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷെ മഖ്റജ് ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാം. അങ്ങനെ തന്നെ നാവിന്റെ നമ്മുടെ മുൻപല്ലിന്റെ തല താഴെ ചുണ്ടിൽ ടച്ച് ചെയ്യാം. കഫല, കിഫ്ല്. അതുപോലെ ഇനി മീം, മ എന്ന അക്ഷരം 2 ചുണ്ടുകൾ ചേർത്തുകൊണ്ട്. സ്ക്രീന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്ഷരങ്ങൾ കൂടെ കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾസും കൂടെ ശ്രദ്ധിക്കാൻ പറ്റും. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ. അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അക്ഷരങ്ങള് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന അക്ഷരങ്ങളാണ്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഇതിന്റെ മഖ്റജ് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. ഓരോ 3 അക്ഷരങ്ങൾക്കും ഒരേ മഖ്റജ് തന്നെയാണ് വരുന്നത്. നാവിന്റെ ഏറ്റവും താഴെയും മേലെയുമുള്ള മുൻപല്ലുകളുടെ ഇടയും. അതിന് എക്സാമ്പിൾസ് അതിൽ കൊടുത്തിട്ടുണ്ട്. സൈത്തൂൻ, വിസർ. അതുപോലെ സീന് മുസ്ലിം, സിജീൽ, നസ്ർ, സിറാത്ത്. അതുപോലെ എക്സാമ്പിള് ബുഅസിറ, അവസാനത്തെ കോളത്തിലാണ് പറയുന്നത്. ബുഅസിറ, തകാസുർ. ദാലിന് അഊദു. അതുപോലെ ഇദ്ൻ, ഹാഫിൽ, യൻളുറൂൻ. അടുത്ത ഭാഗത്തിലേക്ക് പോവാം. മഖാരിജുൽ ഹുറൂഫ്, അതിലെ അക്ഷരം മീം. വരുന്നത് മ, ബ, വ, ഫ. 4 അക്ഷരങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിൽ ഒന്നാമത് മീമാണ്. മീം റംസ്. 2 ചുണ്ടുകൾ ചേർന്നിട്ടാണ് മീം ഉച്ചരിക്കുക. 2 ചുണ്ടുകൾ ചേർന്നുകൊണ്ട്. മ. അതുപോലെ ഷദ് നൽകിക്കൊണ്ട് വായിക്കുമ്പോ ദമ്മറ. ഉദാഹരണം ലാസ്റ്റ് കോളത്തില് അംറ്.
മിർസാദ്, അംർ, മിർസാദ്. മീമിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പൊ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. മീമിന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. സൂറത്തുൽ ഹുമസ ഓതുമ്പോ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മീമാണ് നമ്മൾ സാധാരണ ഉച്ചരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോവുക. പക്ഷെ അതിലെ മീമിനെ രണ്ട് ചുണ്ടുകൾ ചേർത്ത് പറയുമ്പോൾ അത് ഖിറാഅത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മീമിൻ്റെതായ പരിഗണന കൊടുക്കണം. ചുണ്ടുകൾ ചേർത്തിട്ട് തന്നെ പറഞ്ഞിട്ട് വേണം അടുത്ത അക്ഷരം പറയാൻ. ഒരു എക്സാമ്പിള് അലൈഹിം വലല്ലാലിൻ എന്ന് ഫാത്തിഹയിലുണ്ട്. അവിടെ മീമ് അലൈഹിം വല എന്ന് പറയുമ്പോൾ മീമിനെ പൂർണ്ണമായും പറയാതെ വാവ് ഉച്ചരിക്കാറുണ്ട്. അങ്ങനെ വരരുത്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് ചില സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ട്, മീമിനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങൾ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഭാഗം എത്തുമ്പോൾ അത് പറയും. അലൈഹിം വല, അലൈഹിം വല. അവിടെ അലൈഹിം വല എന്ന് പറയുമ്പോൾ മീമ് പൂർണ്ണമാവാതെയാണ് വാവ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ഫാത്തിഹയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കും. ഓക്കെ, അടുത്തത് ബ. ബ എന്ന അക്ഷരവും മ എന്ന അക്ഷരവും രണ്ടിനും ഒരേ മഖ്റജാണ്. രണ്ട് ചുണ്ടുകൾ ചേർത്തിട്ടാണ് മ ബ ഈ രണ്ട് അക്ഷരങ്ങൾ പറയാം. ഫസ്റ്റ് കോളം സുക്കൂൻ, നബത്ത്, ബ എന്ന അക്ഷരം നബത്ത്. അതുപോലെ ഷദ് നൽകി വായിക്കുമ്പോൾ സബ്ബ, സബ്ബത. എക്സാമ്പിള് അബാബീൽ, ഹബല്, അബാബീൽ. അതുപോലെ ഹബല്, ബൈത്ത്. നീ സൂറത്തുൽ മസദ് ഓതുകയാണെങ്കിൽ തബ്ബത് യദാ അബി, അബി ലഹബിൻ, അബി ലഹബിൻ, ലഹബിൻ വതബ്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, കസബ്. പിന്നെ ഖുതുബ് ജദ്, ഖുതുബ് ജദ്, ഖ, ത, ബ, അതുപോലെ ജീം, ദാൽ. ഈ അഞ്ചക്ഷരങ്ങൾ വരുമ്പോ അതിന് സുക്കൂൻ വരുമ്പോ നമ്മൾ അതിനെ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു വായിക്കണം. ഒന്ന് കുറഞ്ഞൊരു കനത്തിൽ അതിനെ വായിക്കണം സുക്കൂൻ വരുമ്പോ. അപ്പൊ ഹബില് എന്ന് വായിക്കുമ്പോ ഹബിൽ എന്ന് വായിച്ചാൽ പോലെ ഹബിൽ, ഹബിൽ. അതുപോലെ അവസാനങ്ങളിൽ വരികയാണ് ബ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അഞ്ചക്ഷരങ്ങൾ. അതിന് കൽക്കലയുടെ അക്ഷരങ്ങൾ എന്നാ പറയാ. ഇൻഷാ അല്ലാഹ് അത് നമ്മള് പറയുന്നുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. ഹബിൽ എന്തായാലും ഉച്ചരിക്കേണ്ടത് വ്യക്തമാക്കിയിട്ടാണ്. ഇപ്പൊ അബ്ദ് എന്ന് വായിക്കുമ്പോ അബ്ദ്, അബ്ദ് എന്ന് വായിക്കൂല, അബ്ദ്. ഇബ്രാഹിം എന്ന് വായിക്കുമ്പോ ഇബ്രാഹിം എന്ന് വായിക്കരുത്, ഇബ്രാഹിം. ഇബ്, അബ് എന്നുള്ള സൗണ്ട് ബ മാത്രല്ല കേട്ടോ. ഹോ, കാഫ്, താ, ജീം, ബ, അതുപോലെ ദാല്. ഈ അഞ്ചക്ഷരം കോ, തോബ്, ജദ്. ഈ അഞ്ചക്ഷരങ്ങൾ വായിക്കുമ്പോഴാണ് അങ്ങനെ പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതാണ്. അപ്പൊ മാ ബ രണ്ട് ചുണ്ടുകൾ ചേർത്തിട്ടാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ. അടുത്തത് വ. വ എന്ന അക്ഷരം, വ. വ എന്ന അക്ഷരം രണ്ട് ചുണ്ടുകൾ വിടർത്തിക്കൊണ്ടാണ് പറയേണ്ടത്. മാ ബ വ. ഹൗൽ, ഹൗൽ, ഹൗൽ. അവൽ, അവൽ. വസ്വാസ്. വ എന്ന അക്ഷരത്തെ മാത്രം ശ്രദ്ധിക്കുക. വസ്വാസ്. വുജൂഹ്, ഹാവിയ, ഹാവിയ. സൂറത്തുൻ നസ്ർ ഇദാ ജാഅ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വ. അഫ്വാജ, അഫ്വാജ. രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ ഓപ്പൺ ആവുന്ന സന്ദർഭത്തിലാണ് വ എന്ന് വരുന്നത്, വിടർത്തിക്കൊണ്ട്. വ, അഫ്വാജ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിരുഹ്. അങ്ങനെ ശ്രദ്ധിച്ച് പറയാം. മറ്റൊന്ന് ഫ, കിഫ്ല്. അതുപോലെ കഫല, താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. താഴെ ചുണ്ട് മേലെ മുൻപല്ലുകളുടെ തലയിൽ ടച്ച് ചെയ്യുക. ഫ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഫാന്റെ മഖ്റജ്. കഫല, കഫല.
ഈ പദങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം, നമുക്കത് ഫീൽ ചെയ്യും. ഈ മഖ്റജ് തന്നെയല്ലേ നമ്മൾ പിന്നെ അവിടെ തന്നെയല്ലേ അക്ഷരം വരുന്നത് എന്ന് ശ്രദ്ധിക്കാം. കഫല, കുഫുവൻ, കുഫു. അതുപോലെ ഫ, ഫലഖ്, ഫലഖ്, കുഫുവൻ. അതിന് മോർ എക്സാമ്പിൾസ് നമുക്ക് സൂറത്തുൽ ഖുറൈശ്. ഇദാ ലിഇലാഫി ഖുറൈശ് ഈലാഫിഹിം, ഈലാഫിഹിം, ഫി ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്. ആണോ, വസ്സൈഫ്, വസ്സൈഫ്. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഫല്യഅ്ബുദൂ ഫ الذي أطعمهم من جوع وآمنهم من خوف. ഫ. ഓക്കെ, അപ്പൊ മ, ബ, വ, ഫ ഈ 4 അക്ഷരങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. മ, ബ സെയിം മഖ്റജാണ്, 2 ചുണ്ടുകൾ ചേർത്തിട്ടാണ് പറയാ. വ 2 ചുണ്ടുകൾ വിടർത്തിക്കൊണ്ടാണ് പറയാ. ഫ എന്നുള്ളത് താഴെ ചുണ്ടും മേലെ മുൻപല്ലിന്റെ തലഭാഗവും ടച്ച് ചെയ്യുമ്പോഴാണ് ഫ എന്ന അക്ഷരം വരിക. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മഖ്റജുകൾ നമ്മളൊന്ന് നമ്മുടെ മെമ്മറിയിൽ വേണം. ഇന്ന അക്ഷരം 2 ചുണ്ടുകൾ ചേർത്തിട്ടാണ് മാ ബ വരുന്നത്. 2 ചുണ്ടുകൾ വിടർത്തുമ്പോ വ എന്ന അക്ഷരാണ്. അതുപോലെ താഴെ ചുണ്ടും മേലെ മുൻപല്ലിന്റെ തലഭാഗവും ടച്ച് ചെയ്യുമ്പോഴാണ് ഫ വരുന്നത്. ഇങ്ങനെ ഒരു ധാരണ നമുക്ക് നന്നായി ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ഖിറാഅത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ അക്ഷരം അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി മഖ്റജുകളിൽ ഇനി പറയാനുള്ളത്, എല്ലാ അക്ഷരങ്ങളുടെയും മഖ്റജ് മാഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് ഉന്നത്ത്, അതുപോലെ മദ്, അവയുടെ മഖ്റജാണ്. ഉന്നത്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മീമ്, നൂന് ഈ 2 അക്ഷരങ്ങളെ ഷദ് വരുന്ന സമയത്ത് അതിനെ കട്ടികൂട്ടി പറയണം. ഞാൻ ഫസ്റ്റ് കോളത്തിൽ നോക്കൂ, ഉന്നത്ത് ചെയ്യാം. പിന്നെ അതാണ് ഉന്നത്ത്. ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് വരുന്നതാണല്ലോ. നൂനിന് ഷദ് നൽകുമ്പോഴാണ് രാഗം എന്നാണ്, രാഗത്തോടെ പറയേണ്ട സന്ദർഭങ്ങളാണ്. അപ്പൊ ന് പ്ലസ് ന ചേരുമ്പോഴാണ് ന ആവുന്നത്. ന് പ്ലസ് ന. അതിന്റെ മഖ്റജ് മൂന്നാമത്തെ തരിമൂക്കാണ്. തരിമൂക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ ഈ താഴെ ഭാഗം തൊട്ട് മുകളിലായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. അവിടെ ഇങ്ങനെ വിരൽ വെച്ച് നോക്കൂ, അവിടെ ഒരു തരിപ്പ് ഉണ്ടാവും. അതാ തരിമൂക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉണ്ടോ, നല്ലൊരു തരിപ്പ് കാണും. അവിടെ നിന്നാണ് അത് വരേണ്ടത് എന്നർത്ഥം. വേറെ സ്ഥലത്ത് നിന്ന് വന്നാല് ആ ഒരു പിന്നെ ശബ്ദം കിട്ടൂല. ഉദാഹരണം, ഇന്നഹു മിൻ നിഅമത്തിൻ, മിൻ നിഅമത്തിൻ. സൂറത്തു നാസ് ഓതുമ്പോൾ അതിൽ വരുന്നുണ്ടല്ലോ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നോ. ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. പൊങ്ങം ബോധ്യപ്പെട്ടുണ്ടാവും, ഒരു തരിപ്പുണ്ടാവും. ടച്ച് ചെയ്താൽ, മൂക്കിൽ ടച്ച് ചെയ്താൽ നമുക്കത് അനുഭവപ്പെടും. മറ്റൊന്ന് മീമാണ്. മീമിന് ഷദ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വായിക്കേണ്ടത്. മ പ്ലസ് മ ചേരുമ്പോഴാണ് മ എന്നാവുന്നത്. അങ്ങനെ നൂനിനും മീമിനും ഖുർആനിൽ എവിടെയെല്ലാം ഷദ് നൽകിയിട്ടുണ്ടോ, അത് ഏത് പിന്നെ ഹർക്കത്തിൽ ഷദ് നൽകിയാലും അവിടെ വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഉന്നത്തോടു കൂടിയാണ് വായിക്കേണ്ടത്, രാഗത്തോടു കൂടി വായിക്കണം. സുമ്മ, സുമ്മ റസൂലും മിന, റസൂലും മിന ആ രീതിയിലാണ് വായിക്കേണ്ടത്. സൂറത്തുൽ ഏത് സൂറത്ത് എടുക്കാം? സൂറത്തുൽ ബുറൂജ് എടുക്കാം. السماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود
إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات അങ്ങനെ കഴിഞ്ഞിട്ട് അവസാനം വരുന്നുണ്ടല്ലോ ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഇന്ന ബത്ഷ അവിടെ ശുദ്ധുള്ള നൂന് വന്നു ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് ഇന്നഹു അവിടെയും വന്നു ഇന്നഹു ഹുവ യുബ്ദിഉ വ യുഈദ് വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് അങ്ങനെ ഓരോ ഭാഗത്തും വരുന്നു നമ്മൾ ഏത് ആയത്ത് ഓതിക്കഴിഞ്ഞാലും അതിലൊക്കെ വരുന്നുണ്ട് റസൂലും മിനല്ലാഹി യത്ലു സഹഫൻ മുതഹ്ഹറ ഓക്കെ അപ്പം ശബ്ദുള്ള നൂനും മീമും നമ്മളെ എവിടെ വന്നാലും അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് രാഗത്തോടെ ഉച്ചരിക്കണം ഇനി മദ്ദക്ഷരങ്ങളാണ് അലിഫ് വാവ് യാ ഈ മദ്ദക്ഷരങ്ങള് അതിന്റെ മഖ്റജ് എവിടെയെന്നാ പറയുന്നത് ഇപ്പൊ ഖാല അലിഫ് ഖാഫിനോട് ചേർന്ന് അലിഫ് ഉച്ചരിക്കുകയാണ് ഖ എന്ന അക്ഷരം പ്ലസ് അലിഫ് അപ്പൊ ഖ എന്ന് നീട്ടി വായിക്കും അതാണ് മദ് എന്ന് പറയുന്നത് ദീർഘം എന്നാണ് മദ്ദിന്റെ അർത്ഥം ദീർഘിപ്പിക്കുക ഇപ്പൊ ഖ എന്ന അക്ഷരത്തിൽ ദീർഘിപ്പിക്കാൻ അലിഫ് ചേർത്തു ഖാഫിനെ ദീർഘിപ്പിക്കാൻ അലിഫ് ചേർത്തു അപ്പൊ ഖാല നമ്മൾ താടി മൂക്ക് മീശ എന്നൊക്കെ പറയുന്ന പോലെ അവിടെയൊക്കെ ഒരു നീട്ടലുണ്ടല്ലോ അതുപോലെ ഖാല ഖ പ്ലസ് അലിഫ് ഖാല വായയുടെ ഉൾഭാഗത്ത് നിന്നാണ് ആ എന്ന സൗണ്ട് വരേണ്ടത് അതിന്റെ മഖ്റജ് അതാണ് മദ്ദിന്റെ മഖ്റജ് വായയുടെ ഉൾഭാഗമാണ് ആ എന്ന സൗണ്ടിന്റെ മഖ്റജ് ഖാല യഖൂലു ഖീല മൂന്നിന്റെയും മഖ്റജ് ഒന്ന് തന്നെയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ മദ്ദക്ഷരങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അലിഫ് വാവ് യാ മദ്ദക്ഷരങ്ങളാണ് എക്സാമ്പിൾ ഹാസിദ് അകാരത്തിലുള്ള നീട്ടുന്ന ഭാഗമാണ് പറയുന്നത് അലിഫിന്റെ കോളത്തിലും ലാസ്റ്റില് ഹാസിദ് അതുപോലെ വാവിന്റെ കോളത്തില് അവസാനം എന്ന് നീട്ടാൻ വാവാണ് ഉപയോഗിക്കുക യൂലദ് അതിന്റെയൊക്കെ മഖ്റജ് വായയുടെ ഉൾഭാഗമാണ് മൂന്നിന്റെയും പിന്നെ അവസാനം യാ ഖീല ഫീൽ ദീൻ ഓക്കെ അപ്പൊ അതാണ് മഖ്റജുകള് നാം മൊത്തം മനസ്സിലാക്കി എവിടുന്നാണ് എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം സൂറത്തുൽ ഫാത്തിഹ നിങ്ങള് എല്ലാവരുടെയും മഖ്റജുകളുടെ അക്ഷരങ്ങളുടെ മഖ്റജിന്റെ ഒരു നോട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ നിങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താന് നമുക്ക് അതിലിങ്ങനെ നോക്കി കഴിഞ്ഞാല് മഖ്റജ് ഇന്ന ഭാഗത്ത് തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാന് നമുക്കൊന്ന് എല്ലാ അക്ഷരങ്ങളും പെട്ടെന്ന് നമുക്ക് മഖ്റജ് മനപ്പാടാക്കിയേക്കാൻ കഴിയില്ലല്ലോ ഇന്നതാണ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് നോക്കാന് സൗകര്യത്തിന് നോട്ട്സ് ആക്കി നിങ്ങൾ കയ്യിലുണ്ടാവണം അതിന്റെ വാട്സപ്പിൽ ഞാൻ വിട്ടു തന്നിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ അതൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അത് സൂചിപ്പിക്കുക ഗ്രൂപ്പില് ക്ലാസ്സിലെ നോട്ട്സ് PDF ആയിട്ട് വിടുന്നതായിരിക്കും ഓക്കെ സ്ക്രീന് കാണുന്നുണ്ടാവും സൂറത്തുൽ ഫാത്തിഹ അതില് ഔദു നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞിരുന്നു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ആമീൻ. വോയിസ് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതിലുള്ള പറയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സ്ക്രീൻ ഓഫ് ചെയ്യണ്ടല്ലോ, സ്ക്രീൻ കാണിക്കുന്നല്ലേ നിങ്ങൾക്ക് സൗകര്യം? ഓക്കെ. അഊദു അലിഫ് ഐന് ദാല് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അഊദു അവിടെ അവസാനം മൂന്നാമത്തെ അക്ഷരം ദാലാണ്. അത് ദാലിനെ ആയി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് നാവിന്റെ തലയും മേലെ മുൻപല്ലിന്റെ തലയുമാണ്. അഊദു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ഷൈത്താനി, അതില് കുറെ ആളുകൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നന്നായി വരുന്നുണ്ട്. അപ്പൊ ഷൈത്വാനി ആവാതെ ചുണ്ട് ചലിപ്പിക്കാതെ അതിനെ പ്രാക്ടീസ് ചെയ്താൽ മതി. കുറെ ആൾ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ഓതി വരുമ്പോ നമുക്കത് ശരിയാവും. ഷൈത്താനി ഷൈത്താനി റജീം. പിന്നെ ഷൈത്താനി എന്ന പദം കഴിഞ്ഞതിന് ശേഷം റാ എന്നാണ് പറയേണ്ടത്. റാ എന്ന് പറയേണ്ടതില്ല. റാ. ഷൈത്താനി റജീം ഷൈത്താനി റജീം. ഇവിടെ നീല കളറിൽ കൊടുത്തിരിക്കുന്നത് റാ എന്ന് തഫ്ഖീമായിട്ട് പറയാനാണ്. റാ റാ എന്ന് പറയരുത്. റാ. ഷൈത്താനി റജീം. ഓക്കെ. ബിസ്മില്ല, ബിസ്മിൽ വരുന്നുണ്ടല്ലോ റാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി എന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരം തന്നെയാണ്. അതാണ് മിസ്സിങ് വരിക. അതായത് ഹ എന്ന സൗണ്ട് ക്ലിയർ ചെയ്ത് വരാതെ അത് ഹ എന്ന അക്ഷരമായി പോവും. അങ്ങനെ പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ തുടക്കത്തിൽ വരുന്ന അക്ഷരങ്ങളും മിസ്സിങ് വരാറുണ്ട്. ഇപ്പൊ ബി എന്ന അക്ഷരം ബിസ്മില്ലാഹി പറയുമ്പോ ബി ശരിക്കും വന്നില്ല. അപ്പൊ ബോധപൂർവം നമ്മൾ പറഞ്ഞാലാണ് നമുക്ക് ആ അക്ഷരം നമുക്ക് ഖിറാഅത്തിൽ ശരിയാക്കി കൊണ്ടുവരാൻ കഴിയുള്ളൂ. ബിസ്മില്ലാഹി. ഓക്കെ, ആ രീതിയിൽ പറയാൻ ശ്രമിക്കുക. അഊദു ചൊല്ലുമ്പോ ആ എന്ന അക്ഷരത്തെയും കറക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു അൽഹംദു ലാമ സുക്കൂനുള്ള ലാമ് പിന്നീട് ഹ ഉച്ചരിക്കുക. അവിടെ അല്ലംദു എന്നാവരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. അവിടെയും റബ്ബിൽ സുക്കൂനുള്ള ലാമിനെ വെളിവാകണം. റബ്ബില്ല ആവരുത്. റബ്ബിൽ ആലമീൻ എന്നാവരുത്. ഐൻ എന്ന അക്ഷരം ശരിക്ക് വരാൻ ശ്രദ്ധിക്കണം. ഹ എന്ന അക്ഷരവും അൽഹംദു എന്ന് പറയുമ്പോൾ ഹ എന്ന അക്ഷരവും റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഐൻ എന്ന അക്ഷരവും കൃത്യമായി പ്രാക്ടീസ് ചെയ്തെടുക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ. ഐന് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ റബ്ബിൽ എന്ന സുക്കൂനുള്ള ലാമിനെ നമ്മൾ അറിയാതെ മിസ്സായി പോകും. അവിടെ എന്ന് വരണം. റബ്ബിൽ എന്നതിന് ശേഷമാണ് ഐന് പറയേണ്ടത്. ഓക്കെ. റബ്ബിൽ ആലമീൻ. അവിടെ നിർത്തൊന്നും വേണ്ട കേട്ടോ, പോസിംഗ് ഒന്നും പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാലികി യൗമിദ്ദീൻ. മാലികി യ എന്നാണ് വരേണ്ടത്. യോ എന്നാവരുത്. യൗമി യോ എന്നാവരുത്. മാലികി യൗമിദ്ദീൻ. അടുത്ത ആയത്തിലേക്ക് പോവാം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക അവിടെ യ എന്ന അക്ഷരവും അതുപോലെ ക എന്ന അക്ഷരവും. ഇയ്യാക എന്ന് നോർമൽ പറയരുത്. യന്റെ ഉച്ചാരണം ശരിക്ക് കൊണ്ടുവരണം. യന് ശ്രദ്ധ ഉണ്ട്. നമ്മുടെ നാവിന്റെ മധ്യവും അതിന്റെ മേലെണ്ണാക്കും ചേർന്നിട്ടാണ് യ വരുന്നത്. ഇയ്യാക നഅ്ബുദു
നഅ്ബുദു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓക്കെ, അടുത്ത ആയത്ത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ് അവിടെ ഹ എന്ന അക്ഷരം വായെന്ന് കാറ്റ് പുറത്തേക്ക് വരണം. തൊണ്ടയുടെ അങ്ങേയറ്റാണ്, തൊണ്ടക്കുഴിയിൽ നിന്നാണ് ഹ് എന്ന അക്ഷരം വരുന്നത്. അതുപോലെ അതിന് തൊട്ട് മുമ്പ് ഈ എന്ന് പറയുന്നതും തൊണ്ടക്കുഴിയിൽ നിന്നാണ്. ഇഹ് ഇഹ് രണ്ടിനും സിഫത്താണ് വ്യത്യാസമുള്ളത്. ഒന്ന് കാറ്റ് പുറത്തേക്ക് വരും, ഒന്ന് കാറ്റ് പുറത്തേക്ക് വരില്ല. അപ്പൊ ഇഹ് ദീന സിറാത്തൽ സ്വി, അവിടെ സീനാവരുത്. സ്വി എന്ന് പറയുമ്പോ ചുണ്ട് കൂർപ്പിക്കും പാടില്ല, അതിനും പാടില്ല. സ്വി എന്ന് ചുണ്ട് ചലിപ്പിച്ച് പറയരുത്. ഇഹ്ദിന സിറാത്തൽ, റാ എന്ന് പറയുമ്പോ റാ അല്ല റാ എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് നീല കളറിൽ കൊടുത്തിരിക്കുന്നത്. സിറാത്ത സിറാത്ത സിറാത്ത. അപ്പൊ റാ എന്ന് പറയുന്ന അതേ ടോണിൽ തന്നെയാണ് ത എന്ന സൗണ്ടും വരിക. ഓക്കെ, സിറാത്ത സിറാത്ത ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. സിറാത്ത എന്ന് പറഞ്ഞ് പഠിക്കണം. സ്വാദും റാവും ത മൂന്നും തഫ്ഖീമായിട്ട് ഒന്ന് ബോൾഡായിട്ട് പറയേണ്ട അക്ഷരങ്ങളാണ്. ഓക്കെ, പിന്നെ മുസ്തഖീം. സൗണ്ട് ആരും മ്യൂട്ട് ചെയ്യാത്തുണ്ടല്ലോ, സൗണ്ട് ഒന്ന് ഓഫാക്കിയിട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആവും. സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം എന്ന് പറയുമ്പോൾ താഇന്റെ സൗണ്ട് ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഖാഫിനെ ശരിയാക്കാനും വേണ്ടിയിട്ട് ഈ ത എന്ന അക്ഷരത്തെ മുസ്തഖീം ത ആക്കി ഉച്ചരിക്കരുത്, ശ്രദ്ധിക്കണം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം മുസ്തഖീം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം ആക്കി പറയരുത്, അത് ശ്രദ്ധിക്കുക അവിടെ. ഓക്കെ, അടുത്തത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്ത നേരത്തെ വന്ന പദമാണ്, അവിടെ സീനാവരുത്, സിറാത്തല്ലദീന. അത് പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ. സിറാത്ത എന്ന പദവും മുസ്തഖീം അതൊക്കെ നമ്മള് ശരിയാക്കി ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം. അങ്ങനെ ആവുമ്പോ നമുക്കത് സിമ്പിൾ ആവും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അത് ഇല്ലാതെ നന്നായി പരിശീലിക്കുക. സിറാത്തല്ലദീന അൻഅംത അൻഅംത, അവിടെ നൂനിനെ വെളിവാക്കി പറയാം. അവിടെ ഉള്ള പോലെ തന്നെ പറഞ്ഞാൽ മതി. അൻഅംത അലൈഹിം അലൈഹിം. അലൈഹിം എന്നുള്ളത് ഐന്, അതുപോലെ അവസാനം ഹി എന്ന അക്ഷരവും ശ്രദ്ധിക്കുക. അലൈഹിം അലൈഹിം എന്നാവരുത്. ഒരു യാന്റെ സൗണ്ട് അവിടെ അലൈഹിം, യാ കഴിഞ്ഞിട്ട് പിന്നെ ഹി എന്ന് ക്ലിയർ ചെയ്ത് പറയണം. അലൈഹിം അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം. ഗൈനാണ് തൊണ്ടയുടെ മദ്യം കഴിഞ്ഞിട്ട് അതിന്റെ മുകൾ ഭാഗം, തൊണ്ടയുടെ വായയുടെ അടുത്ത ഭാഗമാണ്. അവിടെ ഒയിരി ആവരുത് കേട്ടോ, ഒയിരി ആവരുത്, ഗൈരിയാണ് ഗൈരി, ഒയിരി എന്ന് പറയരുത്. ഗൈരിൽ 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 മഗ്, അവിടെയും ഗൈനാണ്. മഗ് മഗ് മഗ്ബൂ മഗ്ബൂ, നാവിന്റെ സ്വാദിന്റെ മേൽ പുള്ളിട്ട വാത്. മഗ്ലൂബി 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 ഗൈരിൽ മഗ്ലൂബി മഗ്ലൂബ് മഗ്ലൂബ് മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അലൈഹിം വല, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അലൈഹിം വല, അലൈഹിം സുക്കൂനുള്ള മീമാണ്, മീമിന് ശേഷം വാ വന്നു. അതുകൊണ്ട് അലൈഹിം വല എന്ന് ചേർത്ത് ഓതുമ്പോ മീമിന്റെ സൗണ്ട് അവിടെ പൂർണ്ണമായും മീം ഉച്ചരിക്കണം. അലൈഹിം വല അലൈഹിം വലദ്ദാല്ലീൻ. ലാലീൻ എന്ന് പറയുമ്പോൾ ലാ എന്ന അക്ഷരത്തെ 6 അലിഫ് നിർബന്ധമായി നീട്ടണം. ഓക്കെ, 6 അലിഫ് നീട്ടണം. ലീൻ എന്നതിന് നമ്മള് 4 അനക്കം വരെയൊക്കെ നീട്ടിയാൽ മതി. ലാദിനെ കുറച്ച് ലീനെ അധികം നീട്ടാൻ പാടില്ല.
വലല്ലാലീൻ അങ്ങനെ ഓതരുത്. ലാദിനെ അധികം നീട്ടിയിട്ട് ലീനെ കുറച്ച് നീട്ടാണ് വേണ്ടത്. അലൈഹിം വലദ്ദാല്ലീൻ അങ്ങനെയാണ് ഓതേണ്ടത്. ഓക്കെ. പിന്നെ ആമീൻ എന്ന് പറയുമ്പോൾ ആമീൻ അങ്ങനെ പറയരുത്. ആ എന്നുള്ളതിനെ രണ്ടനക്കി നീട്ടാവൂ. ആമീൻ മീനെ കുറച്ച് നീട്ടാം, 4 വരെ നീട്ടാം. ആമീൻ നമ്മൾ സാധാരണ നേരെ തിരിച്ചാ പറയാറുള്ളത്. അതുകൊണ്ട് ആമീൻ ആമീൻ മീമിനെയാണ് നീട്ടേണ്ടത്. ഇവിടെ ലാലീൻ എന്ന് പറയുമ്പോൾ ലാദിനെയാണ് 6 അനക്കം നിർബന്ധമായും നീട്ടേണ്ടത്. ഓക്കെ. അപ്പൊ ഫാത്തിഹ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ആ രീതിയിലാണ് ഫാത്തിഹ ഓതി പഠിക്കേണ്ടത്. അങ്ങനെ സിമ്പിളായിട്ട് ഓതാനെങ്കിൽ നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്യണം. ചില പദങ്ങളൊക്കെ സിറാത്ത്, മഗ്ലൂബ് അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തെടുക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു കാര്യം, അർറഹ്മാനിർ റഹീം കെസ്റിട്ടിട്ടുള്ള ഹാ ഉണ്ടല്ലോ, അത് പലർക്കും അത് ഹായായി മാറലുണ്ട്. അദ്ദേഹം പറഞ്ഞു ബിസ്മി ചൊല്ലുമ്പോഴും ഇത് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത്. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ബിസ്മി ചൊല്ലുമ്പോ ശ്രദ്ധിക്കേണ്ടത് ആ ഹ തന്നെയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. അതെ അതെ, അത് നന്നായി പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കത് സിമ്പിൾ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ആ ഹ എന്ന ഒരു ചെരിഞ്ഞിട്ടാണ് ആ സൗണ്ട് വരിക. ഹ എന്ന പോലെയല്ല. നമ്മൾ റഹ്മാനി എന്ന് പറയും. അപ്പൊ അത് ഹ എന്ന അക്ഷരമായിട്ടുള്ളൂ, ഹ ആയിട്ട് വരണം. അർറഹ്മാനിർ റഹീം. റഹ്മാന് ശരിയായാലും റഹീം ചിലപ്പോ റഹീമാണ് പോവല് അധികം. അത് പ്രാക്ടീസ് ആണ് വേണ്ടത്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് പോവില്ല, ക്ലിയർ ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുക്കാം. അർറഹ്മാനിർ റഹീം. അങ്ങനെ റഹ്മാനിർ റഹീം എന്ന് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കും. എന്ന സൗണ്ട് തന്നെയാണ് വരുന്നത് എന്ന് പ്രാക്ടീസ് ചെയ്തെടുത്താൽ അത് സിമ്പിൾ ആയിട്ട് വരും. മാലിക്കിന്റെ ഉച്ചാരണം ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയും. മാലിക്കി എന്നുള്ളത് മീമിന് ചെറിയൊരു ഇമാലത്ത്, ഒരു ചെറിയൊരു ചെരിവ് നൽകാതെ വായിക്കാം. നിർബന്ധം ജായിസാണ്, നമ്മളെ സൗകര്യം വായിക്കാം. മാ എന്ന് വായിക്കണം. കറക്റ്റ് നേരെ നിന്നുകൊണ്ട് മലയാളത്തിൽ പറയുന്ന മാ പറയാതിരിക്കാണ് അറബിയിലുള്ള ശൈലിയിൽ നല്ലത്. അതായത് മാൻ, ഇപ്പൊ ഞാൻ MAN എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ അത് മാൻ എന്ന് നമ്മൾ വായിക്കൂലല്ലോ, മാൻ എന്നല്ലേ വായിക്കുക. എന്നതുപോലെ അറബി അക്ഷരങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഈ അക്ഷരങ്ങൾക്ക് ചെറിയൊരു ഇമാലത്ത്, ചെറിയൊരു ചെരിവ് കൊടുക്കുന്നത് നന്നാവും ഉച്ചാരണത്തിൽ. അതുപോലെ മാലിക്ക് പറയുമ്പോ മാലിക്കി എന്ന് പറയാതെ മാലിക്കി മേ എന്ന ആവും ചെയ്യണ്ട. ആ രീതിയിൽ
മാലിക് യൗമി പറയുമ്പോ പിന്നെ യോ എന്നാവരുത് ഞാൻ പറഞ്ഞു. യൗമി മാലിക് യൗമി മാലിക് യൗമി. ആരെയോ സൗണ്ട് ഇല്ല, ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ഇങ്ങോട്ട്. അതൊന്ന് ഓഫ് ചെയ്താല് പറയുന്നത് ക്ലിയർ ആവും. മാലിക് യൗമി മാലിക് ചെറിയൊരു ഇമാലത്ത് കൊടുക്കുക, ചെറിയൊരു ചെരിവ് കൊടുക്കുക. അതോടൊപ്പം തന്നെ യൗമി എന്നുള്ളത് യോ എന്നാവരുത് എന്നാണ് പറഞ്ഞത്. യൗമി എന്നാവരുത്, യൗമി യൗമി. മാലിക് യൗമി മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ എന്നാവരുത്, മാലിക് യൗമിദ്ദീൻ ആവരുത്. മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ. ഓക്കെ, മാലിക്കി എന്നാവും. അപ്പൊ മാലിക് മാലിക് ചെറിയൊരു ചെരിവ് അല്ലേ? ചെറിയൊരു ചെറിവ്. മാലിക് മാലിക് യൗമി മാലിക് യൗമി. നമ്മളത് പിന്നെ ബോധപൂർവം പറഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ അതുപോലെ നമുക്ക് പ്രാക്ടീസ് ആയിട്ട് വരും. സ്വാദിന്റെ ഉച്ചാരണം ഒന്നുകൂടി പറഞ്ഞുതരൂ. ഏതാണ് സ്വാദിന്റെ ഉച്ചാരണം? സ്വാദിന് പുള്ളിട്ട ലാദല്ലേ? ലാദ്, അതെ. മഗ്ലൂബി. സ്വാദിന് പുള്ളിട്ട ലാദ്. പിന്നെ നമ്മുടെ അണപ്പല്ല് മുതൽ ലാസ്റ്റത്തെ പല്ലുണ്ടല്ലോ, ആ പല്ല് മുതൽ ഇങ്ങോട്ട് 5 പല്ല് വരെയുള്ള പല്ലുകളാണ്. അതില് ഏറ്റവും ലാസ്റ്റത്തെ പല്ല് മുതൽ 5 പല്ലുകൾ. അത് നവാജിദ്, തവാഹി, ലവാഹിഖ് എന്നൊക്കെയാണ് ആ പല്ലുകൾക്ക് പറയുക. ലാസ്റ്റ് വരുന്ന ഒരു പല്ലുണ്ടല്ലോ, ആ പല്ലിനാണ് നവാജിദ് എന്ന് പറയാം. ലവാഹിഖ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള നമ്മള് ഭക്ഷണമൊക്കെ കിട്ടിയാൽ ചവച്ചരക്കണ പല്ല്, 2 പല്ലുകൾ. പിന്നെ തവാഹി എന്നുള്ളത് ചിരിപ്പല്ല്, നമ്മങ്ങനെ ചിരിക്കുമ്പോ കാണുന്ന ലാസ്റ്റ് പല്ല്. അങ്ങനെ 5 പല്ലുകളാണ്. ആ പല്ലുകള് ചേർത്തിട്ടാണ് ഓ ഓ ഓ നാവിന്റെ പാർശ്വം ആ പല്ലുകളിൽ ടച്ച് ചെയ്യുക. മുകളിലത്തെ പല്ലുകളാണ്, താഴെ മേലെയും 5 പല്ലുകളുണ്ട്. പക്ഷെ നമ്മൾ ലാദ് ഉച്ചരിക്കുമ്പോ മുകളിലുള്ള അണപ്പല്ലിലാണ് ഈ നാവിന്റെ പാർശ്വം ടച്ച് ചെയ്യേണ്ടത്. ഓ ഓ ഓ ഓ. അത് നാവിന്റെ സൈഡ് ഭാഗം അവിടെ ടച്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ. അതുപോലെ വരല്ലാ എന്ന് പറയുമ്പോ നാവ് മുന്നേക്ക് പുറത്തേക്ക് കളയരുത്, ലാ വരരുത്. ഓ അത് നമ്മളിങ്ങനെ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ഉച്ചാരണം ശരിയായിട്ട് കിട്ടും. ഓക്കെ, അത് ബുദ്ധിമുട്ടാണ് പ്രാക്ടീസ് ചെയ്തെടുക്കാന്. പക്ഷെ നമ്മൾ ബോധപൂർവ്വം പറഞ്ഞങ്ങനെ കൊണ്ടുവന്നാല് സിമ്പിളായിട്ട് നമുക്കത് ഉച്ചരിക്കാൻ കഴിയും. അള്ളാഹു എന്ന് പറയുന്ന പോലെ അല്ലാന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ താഇന് പുള്ളിട്ട് അള്ളാഹ് ഉച്ചരിക്കുന്നതും അല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അത് ശരിയാവും. ഓക്കെ, ചെരിവ് വേണ്ട അക്ഷരങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരൂ. ചെരിവ് വേണ്ട അക്ഷരങ്ങള് മ, ബ, വ, ഫ. അതുപോലെ സ, 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 ദ, ത, ദ, ഈ അക്ഷരങ്ങൾ. ഒന്നുകൂടി പറയോ? മ, ബ, വ, സാവധാനം പറഞ്ഞോളി, എന്നാലേ എഴുതാൻ കഴിയും. എഴുതിയെടുക്കുന്നുണ്ടോ? മ, ബ, വ, ഫ. അവസാനം പറഞ്ഞ മഖ്റജുകളാണ് അതൊക്കെ. മ, ബ, വ, ഫ. ലിപ്സ് എന്ന് വരുന്ന മ, ബ, വ, ഫ ആർ ഫ്രം ദ ലിപ്സ്. എക്സ്ക്യൂസ് മീ സർ, ഒരു അള്ളാഹുവിന്റെ വായും ത്വാക്ക് പുള്ളിട്ട വായും തമ്മിൽ ഉച്ചാരണത്തിൽ വ്യത്യാസം ഉണ്ടോ? അതെ അതെ. അള്ളാ എന്ന് ഉച്ചരിക്കുമ്പോ ലാമിന്റെ മഖ്റജ് എവിടുന്നാ വരുന്നത് അറിയോ? ലാമിന്റെ മഖ്റജ് വരുന്നത്
നമ്മുടെ ലാദിന്റെ സ്ഥാനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ നാവിന്റെ മുൻഭാഗം ഉണ്ടല്ലോ. ഇപ്പൊ നാവിന്റെ സൈഡ് ഭാഗം പാർശ്വഭാഗങ്ങള് ആണ് ലാ ഉച്ചരിക്കുമ്പോൾ ടച്ച് ചെയ്യുക. ബാക്കിയുള്ള നാവിന്റെ ഭാഗങ്ങൾ ഉണ്ടല്ലോ ഇരുപാർശ്വങ്ങളും, അത് അതിനോടടുത്ത അണപ്പല്ലുകളും ചേർന്ന് അല്ല അതിന്റെ ഇരുപാർശ്വങ്ങളും മേലെ മുൻപല്ലുകളുടെ മോണയും ചേർന്നിട്ടാ വരുന്നത്. മേലെ മുൻപല്ലിന്റെ മോണയില് നമ്മുടെ നാവിന്റെ സൈഡ് മുതൽ മറ്റേ സൈഡ് രണ്ട് ഭാഗവും ആ മോണയിൽ മുൻപല്ലിന്റെ മോണയില് ടച്ച് ചെയ്യുമ്പോൾ ല എന്ന അക്ഷരത്തിന്റെ മഖ്റജിനെയാണ് എന്നിനും വരുന്നത്. ഇല്ല എന്ന അക്ഷരത്തെ നമ്മൾ ഫഹമാക്കിയിട്ട് തഫ്ഹീമാക്കിയിട്ട് പറയുമ്പോഴാണ് അല്ലാ എന്ന് വരുന്നത്. അൽ 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 ലാമിന്റെ ലാ എന്ന അള്ളാഹു എന്ന് പറയുന്ന ലാം ആണല്ലോ. ലാമിനെ തഫ്ഹീമാക്കിയിട്ട് പറയാണ് എന്നത്. ആ മോണയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് രണ്ടും മഖ്റജ് ഒന്ന് തന്നെയാണ്. ലാമിന്റെ മഖ്റജ് തന്നെയാണ് അതിനെ ഫഹമാക്കി പറയുമ്പോ അള്ളാ എന്നതിൽ വരുന്നത്. ഇനി താഇൻ്റെത് നാവിന്റെ തലയും താഇന്റെ അല്ല ലാ അല്ലേ നിങ്ങൾ ചോദിച്ചത്? നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും, ആ മുരടും തലയും എന്നുള്ള ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അത് അള്ളാ താഇന്റെ മേലെ പുള്ളിട്ട് ലാ ഉച്ചരിക്കുമ്പോ നാവിന്റെ തലഭാഗം മുൻപല്ലിന്റെ തലയിലാണ് ടച്ച് ചെയ്യുക, മറ്റും മുൻപല്ലിന്റെ മോണയിലാണ് ടച്ച് ചെയ്യുക. ചെറിയൊരു മാറ്റം. ചെറിയൊരു മാറ്റം. അതെ അതെ, ചെറിയൊരു മാറ്റം. അത് അള്ളാ എന്നുള്ളതും താഇന്റെ മേലെ പുള്ളിട്ട് ലാ ഉച്ചരിക്കുന്നതും നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു മാറ്റമായിട്ട് തോന്നൂല. അങ്ങനെ ഒന്നിച്ചാണ് തോന്നുക. ഓക്കെ. മറ്റേത് വാദ് നമ്മള് ഇതുപോലെ പറയരുത്. അള്ളാ എന്നുള്ളതും സ്വാദിന്റെ മേലെ പുള്ളിട്ട ലാ ഉച്ചരിക്കുന്നതും അതുപോലെ എന്ത് ചെയ്യരുത്, സ്വാദിന്റെ മേലെ പുള്ളിട്ട ലാദ് പറയാതിരിക്കുക. ഓക്കെ. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. നമ്മളെ സമയം കഴിഞ്ഞു. ഷിറാത്ത എന്ന് ഓതുമ്പോ ചിലവര് അത് ഷിറാത്ത അങ്ങനെ പല രൂപത്തിലും കേൾക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി തരാം. അതായത് സ്വാദിന്റെ ശേഷം റാഗ് വരുമ്പോ അതിന്റെ ഉച്ചാരണങ്ങൾ വിവിധ രൂപത്തിൽ കേൾക്കുന്നുണ്ട്. അതായത് റാഇന്റെ സൗണ്ട്, റാഇന് ഫതഹ് നൽകിയാൽ റാ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇതൊക്കെ ജായിസ് ആണ് കേട്ടോ. പിന്നെ നിർബന്ധമുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഖിറാഅത്തില് ഹർക്കത്ത് വരെ മാറ്റിയിട്ട് ഖിറാഅത്ത് ചൊല്ലുന്നുണ്ട്. അതൊക്കെ പിന്നെ ഉണ്ട്, അങ്ങനെയൊക്കെ ഖിറാഅത്ത് കേൾക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ ഈ റാ എന്നത് അതൊക്കെ ജായിസ് ആണ്, അനുവദനീയാണ്. നമുക്കത് നിർബന്ധമല്ല. റാഇന് ഫതഹ് നൽകിയ ശരിക്കും റാ എന്നാണ് പറയേണ്ടത് അറബിയിൽ. നമ്മൾ മലയാളത്തിൽ പറയുന്ന റാ ഉച്ചരിക്കരുത്. അതാണ് സിറാ. അത് സ്വൈ എന്ന് പറയുമ്പോ അത് ഇസ്തിഅലാന്റെ അക്ഷരാണ്. റാഇനെയും ഇസ്തിഅലാ ചെയ്ത് പറയണം. അതുകൊണ്ടാണ് റാ എന്ന് പറയാതെ റാ എന്ന് പറയാം. അപ്പൊ സ്വൈ റാ, പിന്നെ താ വരുന്നതും ഇസ്തിഅലാൻ, അതും നമ്മുടെ നാവ് മുകളിലേക്ക് ഉയരണം. സി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. റാ എന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ സിറാ സിറാത്ത സിറാത്ത ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പ്രാക്ടീസ് ചെയ്തെടുക്കണം, അപ്പഴേ അത് ശരിയായി വരുള്ളൂ. സിറാത്ത ഇഹ്ദിന, നമ്മൾ ഇഹ്ദിന സിറാത്തൽ, സ്വീ എന്നുള്ളതും ത്വാ എന്നുള്ളതും ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ ചലിപ്പിച്ച് പറയും. സ്വീ ത്വാ അങ്ങനെ പറയാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. സിറാത്ത സിറാത്ത ഉച്ചാരണം വരുന്നുണ്ട്. ചിലയിടത്ത് ഷീ എന്നൊക്കെ വരുന്നുണ്ട്. ഷീ വരില്ലല്ലോ, ഷീ വരാൻ പാടില്ല. അതെ അതെ, ഇഹ്ദിന സിറാത്ത, ഇഹ്ദിന സിറാത്ത. മൂന്നക്ഷരവും തഫ്ഖീമായിട്ടാണ് പറയേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പിന്നെ താ ഉച്ചരിക്കുമ്പോൾ മുസ്തഖീം ആവരുത്, മുസ്തഖീം. അവിടെ താ തന്നെ വരണം. അവിടെ ത്വാ എന്ന സൗണ്ട് വരരുത്. റാഇന് കസ്റ വന്നാൽ പല സന്ദർഭങ്ങളിലും തർക്കീക്കാക്കിയിട്ടാണ് പറയാം. അത് ഇൻഷാ അല്ലാഹ് കുറച്ച് പറയേണ്ടതുണ്ട്. എന്തായാലും റാഇന് കസ്ർ വരുമ്പോ റീ എന്ന് പറയാതെ രീ എന്ന് പറയാം. മലയാളത്തിൽ നമ്മൾ രാരി എഴുതുമല്ലോ, അങ്ങനെ പറയാം. റിജാല്. ഇപ്പൊ ഫിർഔൻ എന്നുള്ളിടത്ത് റാഇന് സുക്കൂനാണ്, അവിടെ ഫിർഔൻ എന്ന് പറയില്ല.
ഫിർഔൻ എന്നാ പറയാ. അതായത് സുക്കൂനിലെ റായിന് മുമ്പ് കെസ്ർ വന്നാല് ഫിർ എന്ന് പറയില്ല. അങ്ങനെ കുറച്ച് കേസുകൾ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വേറൊരു ക്ലാസ്സിൽ അത് മാത്രം പറയും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഗ്രൂപ്പിൽ ഇടാം. അതൊന്ന് എഴുതിയെടുക്കുക എല്ലാവരും. ലെറ്റേഴ്സ് മുഴുവൻ മഖ്റജ് ഇപ്പൊ കംപ്ലീറ്റ് ആയി. നമ്മൾ ഫാത്തിഹ ഏകദേശം. ഇനി നിങ്ങൾ ഫാത്തിഹ ഈ മഖ്റജ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ഓദിപ്പിക്കും. ഓക്കെ, എന്നാ അവസാനിപ്പിക്കുകയാണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും സലാം.